കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ 2 മന്ത്രിമാരാണ് കേന്ദ്രത്തിലുള്ളത്. ഒന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനും. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര, ന്യൂനപക്ഷകാര്യ വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. ഉടൻ തന്നെ വരുന്ന രാജ്യസഭാ സീറ്റുകളുടെ ഒഴിവിലേക്ക് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നും, അതായത് ഉത്തർപ്രദേശിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഒഴിവുകൾ വരുന്നുണ്ട്. ആ ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് കെ സുരേന്ദ്രനെ മന്ത്രിസഭയിൽ എടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൂടാതെ ഗവർണർ പദവിയിലേക്ക് കെ സുരേന്ദ്രനെ ഉയർത്തിക്കാട്ടുന്നവരുമുണ്ട്. എന്നാൽ കെ സുരേന്ദ്രന്റെ പ്രായവും പക്വതയും കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ഗവർണർ പദവി നൽകാനുള്ള സാധ്യത കുറവാണ്. അതിനാൽ തന്നെ കെ സുരേന്ദ്രനെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ തന്നെയാകും BJPയുടെ തീരുമാനം. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിന് പ്രയോജനകരമാകുന്ന ഏതെങ്കിലും വകുപ്പാകും കെ സുരേന്ദ്രന് നൽകുക. അതേസമയം സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാതെ ഏറെക്കാലം മുന്നോട്ട് പോയ BJP 2020 ഫെബ്രുവരി 15-നാണ് കെ സുരേന്ദ്രനെ പ്രസിഡന്റായി നിയമിച്ചത്. കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ നോമിനിയായി സുരേന്ദ്രൻ എത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകരും ഏറെ പ്രതീക്ഷിച്ചിരുന്നു. ശബരിമല പ്രക്ഷോഭകാലത്തെ അറസ്റ്റും ജയിൽവാസവുമായി താരപരിവേഷത്തിൽ തന്നെയായിരുന്നു സുരേന്ദ്രൻ പാർട്ടിയെ നയിക്കാനെത്തിയത്. അതിന്റെ ഗുണം വോട്ട് ശതമാനത്തിൽ വർധനയുണ്ടായി എന്നതാണ്. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രന്റെ പേരും നേരത്തെ പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാന ഘട്ടം എത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രനെ പിന്തള്ളി രാജീവ് ചന്ദ്രശേഖറിനെ തീരുമാനിക്കുകയായിരുന്നു. വരുന്ന 2026-ലെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ രാജീവ് ചന്ദ്രശേഖറിനെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാകും കേരളത്തിലെ BJP തിരഞ്ഞെടുപ്പിനെ നേരിടുക. അങ്ങനെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ, അതും ആരും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം. അതേസമയം പാർട്ടി ഇതുവരെയും തേടിയിരുന്നത് ഒരു ടെക്നോക്രാറ്റിനെയാണ്. പൊതുമണ്ഡലത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നേതൃത്വം, അതാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിന്റെ പടിയായിട്ടാണ് BJP ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കിയിരിക്കുന്നതും. വരുന്ന തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി BJP തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ മെട്രോമാൻ E ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും E ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയായിരുന്നു BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഇത്തവണ അത് രാജീവ് ചന്ദ്രശേഖറിനെ ചുറ്റിപ്പറ്റിയാകും പ്രചാരണം നടത്തുക.